കത്തോലിക്ക വിശ്വാസിയും മനുഷ്യാവകാശ പ്രവർത്തകനുമായ ജിമ്മി ലായിയെ 20 വർഷം വരെ തടവിന് ശിക്ഷിച്ച് കോടതി. വഞ്ചന, നിയമവിരുദ്ധമായ സംഘം ചേരൽ എന്നിവയുൾപ്പെടെ നിരവധി കുറ്റങ്ങൾ ആരോപിച്ചുള്ള വാദം ഡിസംബറിൽ കോടതി ശരിവച്ചിരുന്നു. ഇതേ തുടർന്നാണ് ഇന്ന് ഫെബ്രുവരി 9 ഹോങ്കോങ് കോടതി ജിമ്മി ലായിക്ക് ശിക്ഷ വിധിച്ചിരിക്കുന്നത്. അതേസമയം ഹോങ്കോങ് ദിനപത്രമായ ആപ്പിൾ ഡെയിലിയുടെ മുൻ എഡിറ്ററായിരുന്ന ജിമ്മി ലായ് ജനകീയ പ്രക്ഷോഭങ്ങളിൽ പൗരന്മാർക്കൊപ്പം നിലകൊണ്ടതിന്റെ പേരിൽ മുൻ ഹോങ്കോങ് മെത്രാൻ കർദിനാൾ ജോസഫ് സെന്നിക്കൊപ്പം അറസ്റ്റിലായ വ്യക്തിയാണ്. ചൈനയിൽ ജനിച്ച ജിമ്മി ലായ് 12ാമത്തെ വയസ്സിലാണ് ഹോങ്കോങ്ങിലെത്തിയത്. 49ാമത്തെ വയസ്സിൽ അദ്ദേഹം ജ്ഞാനസ്നാനം സ്വീകരിച്ച് കത്തോലിക്ക സഭയിൽ ചേർന്നു. 2019 20 ലക്ഷത്തോളം ആളുകൾ പങ്കെടുത്ത ജനാധിപത്യ പ്രക്ഷോഭങ്ങൾക്ക് ശേഷം ബെയ്ജിംഗിൽ തടവിലാക്കിയ 250ഓളം ജനാധിപത്യവാദികളിൽ ഒരാളാണ് ജിമ്മി ലായ്. ഹോങ്കോങ്ങിന്റെ ദേശീയ സുരക്ഷാ നിയമത്തിന് കീഴിൽ 2020 ഡിസംബറിലാണ് ജിമ്മി ലായ് അറസ്റ്റിലാകുന്നത്. അതിനുശേഷം സർക്കാർ അദ്ദേഹത്തിനെതിരെ നിരവധി തവണ കുറ്റം ചുമത്തിയിരുന്നു. ജാമ്യം നൽകാതെ തടവിലാക്കുകയും നീണ്ട ജയിൽ ശിക്ഷയ്ക്ക് വിധിക്കുകയും ചെയ്ത നടപടിക്കെതിരെ വ്യാപക പ്രതിഷേധം ഉയർന്നിരുന്നു. ഇതിനിടെ 2021 നടത്തിക്കൊണ്ടിരുന്ന ആപ്പിൾ ഡെയിലി എന്ന ചൈനീസ് ഭാഷാ ദിനപത്രം നൂറുകണക്കിന് പോലീസ് എത്തി അടച്ചുപൂട്ടുകയും മാധ്യമ സ്ഥാപനത്തിന്റെ ഉന്നത ജീവനക്കാരെ തടവിലാക്കുകയും ചെയ്തു.